ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് BCOE 141 തേർഡ് യൂണിറ്റ് ആണ്. മാർക്കറ്റ് ആൻഡ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. ആദ്യം എന്താണ് മാർക്കറ്റ് നോക്കാം. Economics see a market as a collection of buyers and sellers. Marketers define a market as a set of all actual and potential buyers of a product who share a particular need or want and are willing to engage in exchange. അതായത് എക്കണോമിസ്റ്റ് എങ്ങനെ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു കളക്ഷൻ ഓഫ് ബയ്യേഴ്സും സെല്ലേഴ്സും ഉള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ ആക്ച്വൽ ബയ്യേഴ്സ് ഉണ്ടാകും അവിടെ, അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ, അതിനുള്ള ഒരു കഴിവുള്ള ഒരു ബയ്യേഴ്സ്, സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാൻ എന്താണ് കഴിവുള്ള വ്യക്തികൾ, ആക്ച്വൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ബയ്യേഴ്സ് ഉണ്ടാകും. എങ്ങനെയാണ് അവർക്ക് എന്താണ് പർട്ടിക്കുലർ നീഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും വാണ്ട്സ് ഉണ്ട്, വില്ലിംഗ് ടു എൻഗേജ് ഇൻ എക്സ്ചേഞ്ച്. മാത്രമല്ല അവരെന്തെങ്കിലും വാങ്ങണം എന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് എന്തുണ്ടാവുക, വില്ലിംഗ് ടു എൻഗേജ് എക്സ്ചേഞ്ച് ചെയ്യാൻ, എൻഗേജ് ചെയ്യാൻ എന്താണ് അവർ വില്ലിംഗ് ആണ്. അപ്പം ആ ഒരു ആളുകളാണ് ഉള്ളത്. അപ്പം അതിനാണ് മാർക്കറ്റ് എന്ന് എക്കണോമിസ്റ്റിൻ്റെ ഇതിലും മാർക്കറ്റേഴ്സിൻ്റെ വ്യൂ ഓഫ് പോയിന്റിലും പറയുന്നത്. എന്താണ് ടൈപ്പ് ഓഫ് മാർക്കറ്റ്സ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് മാർക്കറ്റ് നോക്കാം. കൺസ്യൂമർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഹൗസ് ഹോൾഡ് ഹു ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ പേഴ്സണൽ ഓർ ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ. പേഴ്സണലി സാധനങ്ങൾക്ക് അല്ല, വീട്ടാവശ്യത്തിനുള്ള ആ ഒരു സാധനങ്ങൾക്ക്, നോട്ട് ഫോർ റീസെയിൽ ഓർ ഫർദർ പ്രൊഡക്ഷൻ. അതെന്താണ്, റീസെയിൽ ചെയ്യാനോ വീണ്ടും അത് അവർ വാങ്ങിച്ചിട്ട് വീണ്ടും വിൽക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും പുതിയതുള്ള പ്രൊഡക്ഷൻ ഉണ്ടാക്കാനോ അല്ലാതെ കൺസ്യൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഴ്സണൽ ആയിട്ടുള്ള ആളുകളാണ്, ഇൻഡിവിജ്വൽ ആണ്, വീട്ടാവശ്യങ്ങൾക്കാണ് ഉണ്ടാകുക. ദെൻ ഓർഗനൈസേഷണൽ മാർക്കറ്റ്സ്. ഏതാണ് ഓർഗനൈസേഷണൽ? ഇൻഡസ്ട്രിയൽ മാർക്കറ്റ്സ്. എന്തിനൊക്കെയാണ് അവരെന്തിനാണ് ഇൻഡസ്ട്രിയൽ മാർക്കറ്റ്സ് വാങ്ങാം? ബൈങ് ഫോർ ഫർദർ പ്രൊഡക്ഷൻ. അവർക്ക് സാധനങ്ങൾ, ചില റോ മെറ്റീരിയൽസ് അവർ വാങ്ങാന്നൊക്കെ പറയില്ലേ, അതെന്തിനാണ് അവർക്ക് നേരിട്ട് പിന്നെ എക്സ്ചേഞ്ച് ചെയ്യാനോ റീസെൽ ചെയ്യാനോ അല്ല, അവരെന്തിനാണ് അടുത്തൊരു പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വാങ്ങുന്നത്. ദെൻ റീസെല്ലർ ആരാണ്? ഹോൾസെയിലർ, റീറ്റെയിലർ ഒക്കെ. റീറ്റെയിലർ എങ്ങനെയാണ്? ഹോൾസെയിലറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങും. അപ്പം എന്താണ്, ഹോൾസെയിലറിന് അതൊരു മാർക്കറ്റിംഗ് ആണ്, പക്ഷെ അവർ കൺസ്യൂം ചെയ്യാനല്ലല്ലോ, വീണ്ടും എന്തിനാണ്, റീസെല് ചെയ്യാൻ. ദെൻ ഗവൺമെന്റ് മാർക്കറ്റ്. എന്താണ്, ഏജൻസീസ് ബൈങ് ടു മീറ്റ് ഗവൺമെന്റ് റിക്വയർമെന്റ്സ്. ഗവൺമെന്റിന്റെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏജൻസികളാണ് ഏതിലുണ്ടാവുക, ഗവൺമെന്റ് മാർക്കറ്റിൽ ഉണ്ടാകുക. ഓർഗനൈസേഷണൽ മാർക്കറ്റ്സ് ടിപ്പിക്കലി ഫീച്ചർ ഫ്യൂവർ ബട്ട് ലാർജർ ബയ്യേഴ്സ് ആണ് ഈ ഒരു ഓർഗനൈസേഷണൽ മാർക്കറ്റിൽ ഉണ്ടാകുക. ജോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻ ആണ്. ഡിറൈവ്ഡ് ഡിമാൻഡ് ബേസ്ഡ് ഓൺ കൺസ്യൂമർ ഗുഡ്സിനാണ് അവർക്ക് എന്തുണ്ടാകുക, ഡിമാൻഡ്. കൺസ്യൂമർ ഗുഡ്സിന്റെ ആ ഒരു ബേസ് ചെയ്തിട്ടാണ് അവർക്ക് ഡിമാൻഡ് ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ എന്താണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ നോക്കാം. അതായത് മാർക്കറ്റ് എന്ന് പറയുക വലിയൊരു ഏരിയ ആണല്ലോ. അപ്പോൾ ഒരു വലിയൊരു ഏരിയനെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുന്നുള്ളതാണ്. ദ പ്രോസസ് ഓഫ് ഡിവൈഡിങ് ദ ടോട്ടൽ മാർക്കറ്റ് ഇൻ ടു വൺ ഓർ മോർ പാർട്സ്. ഒരു പാർട്ട് അല്ലെങ്കിൽ ഒന്നിലധികം പാർട്സ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈച്ച് ഓഫ് വിച്ച് ടെൻ ടു ബി ഹോമോജീനിയസ് ഇൻ ആൾ സിഗ്നിഫിക്കൻറ്റ് ആസ്പെക്ട്സ്. ഓരോന്നും വ്യത്യസ്ത തരത്തിലുള്ള, അതായത് ഡിപ്പാർട്ട്മെന്റൈസേഷൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഗതിയാണ് ഇത്. എന്താണ്, ഹോമോജീനിയസ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളാണ്, ഫീച്ചേഴ്സ് ആണ് ഓരോന്നിനും ഉണ്ടാകുക. ഇറ്റ് അലോസ് എ ഫേംസ് ടു ഡെവലപ്പ് ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് ഫോർ ഡിഫറെൻറ്റ് സെഗ്മെന്റ്സ്. ഇങ്ങനെ ചെയ്താൽ എന്താണ്, ഡെവലപ്മെന്റ് ഉണ്ടാകും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം എന്താണ്, ആ സൂപ്പർ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാകും. അപ്പോൾ നമ്മളിങ്ങനെ മെയിനായിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ എന്താണ്, പലചരക്ക് ഏരിയയിലുള്ള ആ ഒരു പച്ചക്കറികളൊക്കെ കേടായിപ്പോയി. അപ്പം എന്താണ്, പ്രത്യേകിച്ച് നമുക്ക് അതിനൊരു അറ്റൻഷൻ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ സെഗ്മെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലോ, ക്ലോത്തിങ്ങിന്റെ ഏരിയയിൽ സാധനങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ ട്രെൻഡിങ് അനുസരിച്ചുള്ള സാധനം വരുന്നില്ല. അപ്പം നമ്മൾ സെഗ്മെന്റ് ചെയ്തു, ഗ്രോസറീസ് വേറെ, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആക്കി അല്ലെങ്കിൽ സെഗ്മെന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാർക്കറ്റിന്റെ കേസല്ല, ഒരു ഉദാഹരണം വെച്ചിട്ട് തന്നെ സൂപ്പർ മാർക്കറ്റിന്റെ കേസിൽ പറഞ്ഞുതരികയാണ്. അങ്ങനെ മൊത്തം മാർക്കറ്റ് ചെയ്യുമ്പോൾ അപ്പം എന്താണ്, ഓരോ സെഗ്മെന്റ് ആക്കിയാലും ഓരോ ഏരിയക്കും നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള അറ്റൻഷൻ കൊടുക്കാൻ പറ്റും. ദെൻ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, കോൺസെൻട്രേറ്റ് എഫോർട്ട് ഓൺ സ്പെസിഫിക് ഏരിയാസ് ദാൻ വേസ്റ്റിംഗ് ദം. വേസ്റ്റ് ആവാതെ തന്നെ ചില ഏരിയാസിൽ നമുക്ക് കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ടേക്ക് കെയർ ഓഫ് സ്പെസിഫിക് റിക്വയർമെന്റ് ഓഫ് ഈച്ച് സെഗ്മെന്റ്. ഓരോ സെഗ്മെന്റും എഫക്റ്റീവായിട്ട് എങ്ങനെ നമുക്ക് ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഡിസൈൻ ദ 4 Ps ഡിസൈൻ ചെയ്യുക. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, ഡിസ്ട്രിബ്യൂഷൻ.
വിത്ത് ദ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കേട്ടോ, അതാണ് പി എന്ന്. അത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ പി ഇല്ലല്ലോ എന്ന് വിചാരിക്കണ്ട. വിത്ത് ദ ടാർഗറ്റ് മാർക്കറ്റ് ഇൻ മൈൻഡ്. ഈ ഒരു കാര്യങ്ങളാണ് മാർക്കറ്റ് സെഗ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് വരാൻ പോണ ഏരിയാസ് ഇതാണ് ഉണ്ടാകുക. ഇതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. ദെൻ റിക്വയർമെന്റ്സ് ഓഫ് സെഗ്മെന്റിങ് മാർക്കറ്റ്. എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണുള്ളത് നോക്കാം. മെഷറബിലിറ്റി. ദ സൈസ് ആൻഡ് പർച്ചേസിംഗ് പവർ ക്യാൻ ബി മെഷേർഡ്. പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയിൽ ഇന്ന രീതിക്ക് നമുക്ക് സെല്ലായി പോകുന്നുണ്ട്, സാധനങ്ങൾ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മെഷർ ചെയ്യാൻ പറ്റും അതിന് സൈസ്, അതേപോലെ തന്നെ അവിടെയുള്ള പർച്ചേസിങ് പവർ. പിന്നെ എന്താണ് ആക്സസിബിലിറ്റി. സെഗ്മെന്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവിടെ എത്തിപ്പെടാനും അതേപോലെ തന്നെ അത് സെർവ് ചെയ്യാനും പറ്റും. അതിന് സസ്റ്റൈനബിലിറ്റി. എന്താണ് ലാർജ് ഓർ പ്രോഫിറ്റബിൾ ഇനഫ് ടു പെർസ്യൂ. അതായത് നമുക്ക് സെഗ്മെന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഏരിയയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് കൊടുക്കാന്ന് പറഞ്ഞു, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അവിടെ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ആക്ഷനബിലിറ്റി. എഫക്റ്റീവ് പ്രോഗ്രാം ക്യാൻ ബി ഫോർമുലേറ്റഡ് ഫോർ അട്രാക്റ്റിംഗ് ആൻഡ് സെർവിങ് ദി സെഗ്മെന്റ്. ഏത് സെഗ്മെന്റ് ആണോ അതിന് അപ്പപ്പോൾ എന്തൊക്കെ പ്രൊമോഷണൽ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് പ്രോഗ്രാംസ് ആവാം. ഇപ്പോൾ ഓണം ആയിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഫ്ലവേഴ്സ്, അതേപോലെ തന്നെ നമുക്കറിയാം ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ എന്താണ് ഓഫറിന് കൊടുക്കാൻ നിൽക്കല്ലേ. അപ്പോൾ അട്രാക്റ്റ് ആക്ഷനബിലിറ്റി ആ ടൈമിനും സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ചിട്ട് അവിടെ എന്തൊക്കെ പുതിയ പുതിയ ആക്ഷൻസ് എടുക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് നോക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താണ് ആ ഒരു ഏരിയ ഒക്കെ ഭയങ്കര പ്രോഫിറ്റബിലിറ്റി ആയിട്ട് പോകും, ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങും, ആക്സസിബിലിറ്റി അവിടെ ഉണ്ടാകും. ദെൻ ബേസസ് ഓഫ് സെഗ്മെന്റേഷൻ. ഏതൊക്കെ ടൈപ്പ് സെഗ്മെന്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ബേസിന്റെ അടിസ്ഥാനത്തിലാണ് സെഗ്മെന്റ് ചെയ്യുന്നത്. ജിയോഗ്രഫിക് ഏരിയാസ്, ഇതൊക്കെ നേഷൻസ്, സ്റ്റേറ്റ് ഇങ്ങനെ എന്താ സെഗ്മെന്റ് ചെയ്യുന്നത്. നേഷൻ വൈസ് സെഗ്മെന്റ് ചെയ്യുന്നുണ്ട്, നാഷണൽ ഇന്റർനാഷണൽ ലെവല്, അതേപോലെ തന്നെ ഡെമോഗ്രാഫിക്, ഏജ്, സെക്സ്, ഇൻകം ഗ്രൂപ്പ് ഒക്കെ നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ പഠിക്കുമ്പോഴാണ് എന്ത് അവരുടെ ഇൻകം മനസ്സിലാക്കുക. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സെഗ്മെന്റ് ചെയ്യുക. അതായത് ഒരു നോർമൽ ടൈപ്പിലുള്ള എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള പ്രൊഡക്ട്സ്, അതേപോലെ തന്നെ പ്രീമിയം ടൈപ്പ്, അതേപോലെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോൾ വസ്ത്രങ്ങളാവാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ, അല്ലെങ്കിൽ ഫേസ് കെയറിനൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാകാം. അതേപോലെ തന്നെ ഏജ്, കുട്ടികൾക്കുള്ളത്, അതേപോലെ തന്നെ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ളവർക്ക്, വയസ്സായിട്ടുള്ള ആളുകൾക്ക്, അങ്ങനെയൊക്കെ. ദെൻ എന്താണ് ലൈഫ് സ്റ്റൈൽ, പേഴ്സണാലിറ്റി ഒക്കെ വെച്ചിട്ട്, ദെൻ ബിഹേവിയർ, ഒക്കേഷൻസ്, ലോയാലിറ്റി സ്റ്റാറ്റസ്, യൂസേജ് റേറ്റ് ഒക്കെ വെച്ചിട്ട് സെഗ്മെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് ഓർഗനൈസേഷണൽ മാർക്കറ്റ് എങ്ങനെയാണ് സെഗ്മെന്റ് ചെയ്യുക. ഓർഗനൈസേഷണൽ മാർക്കറ്റ് നമ്മൾ പറഞ്ഞ എന്താണ് അത് കൺസ്യൂം ചെയ്യാനും പെട്ടെന്ന് യൂസ് ചെയ്യാനല്ല, എന്താണ് ഒന്നില്ലെങ്കിൽ റീസെല് ചെയ്യാനല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അത് വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും നോക്കണം. അപ്പൊ ടൈപ്പ് ഓഫ് കസ്റ്റമറിനെ വെച്ചിട്ട് സ്റ്റാൻഡേർഡ് ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ കോഡ്സ് ഉണ്ടോ, ദെൻ കസ്റ്റമർ സൈസ്, ടൈപ്പ് ഓഫ് ബൈയിങ് സിറ്റുവേഷൻ, ഇത് വെച്ചിട്ടാണ് ഓർഗനൈസേഷണൽ മാർക്കറ്റ് സെഗ്മെന്റ് ചെയ്യുന്നത്. ദെൻ മാർക്കറ്റ് ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ്. മാർക്കറ്റ് ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ് എന്താ നോക്കാം. മാനേജേഴ്സ് ഇവാലുവേറ്റ് സെഗ്മെന്റ് ബേസ്ഡ് ഓൺ സൈസ്, ഗ്രോത്ത്, മെഷറബിലിറ്റി, ആക്സസിബിലിറ്റി ആൻഡ് കമ്പനി ഒബ്ജക്റ്റീവ്സ് ആൻഡ് റിസോഴ്സസ്. കമ്പനീൻ്റെ ഒബ്ജക്റ്റീവ്സ്, റിസോഴ്സസ്, അതേപോലെ തന്നെ ആക്സസിബിലിറ്റി ആണോ, മെഷറബിലിറ്റി ആണോ, ഗ്രോത്ത് ആണോ, അതിന്റെ സൈസ് എന്താണെന്നൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക മാനേജേഴ്സ് ഈ ഒരു ഏരിയ സെഗ്മെന്റ് ചെയ്യണോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ മാർക്കറ്റ് ടാർഗറ്റിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാ നോക്കാം. കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ്, ഫോക്കസിംഗ് ഓൺ ലാർജ് ഷെയർ ഓഫ് വൺ ഓർ എ ഫ്യൂ നീഷ് സെഗ്മെന്റ്സ്. ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ്, ടാർഗറ്റിംഗ് സെവറൽ സെഗ്മെന്റ്സ് വിത്ത് സെപ്പറേറ്റ് ഓഫർ ഫോർ ഈച്ച്. ഇതിനെന്താണ് അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ്, ഇഗ്നോറിംഗ് സെഗ്മെന്റ് ഡിഫറൻസസ് ആർ ഗോയിങ് ആഫ്റ്റർ ദ ഹോൾ മാർക്കറ്റ് വിത്ത് വൺ ഓഫർ. അതായത് നമുക്ക് എന്താണ് മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ എന്താണ് ഒരുപാട് സ്ട്രാറ്റജീസ് അവിടെ ആവശ്യമുണ്ട്. അപ്പൊ എന്താണ് ഒന്നില്ലെങ്കിൽ ഫസ്റ്റത്തെ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ലാർജ് ഷെയറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ സെഗ്മെന്റിൽ എന്ത് ചെയ്യുക, ഓഫർ കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ മാത്രം എന്ത് കൊടുക്കുക, നമുക്ക് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യപ്പോൾ ഓഫർ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ. രണ്ടാമത്തെ കേസിലാണെന്നുണ്ടെങ്കിലോ വിത്ത് സെപ്പറേറ്റ് ഓഫർ, എല്ലാ സെഗ്മെന്റിനും സെപ്പറേറ്റ് ഓഫർ കൊടുക്കുക. അതേപോലെ തന്നെ തേർഡ് കേസിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഓഫർ അത് എല്ലാ സാധനങ്ങൾക്കും കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇത് ഈ ഒരു ടാർഗറ്റിംഗ് പറഞ്ഞു വെക്കുന്നത്. ദെൻ പൊസിഷനിങ് എന്താണ്, ഈസ് ദ place a product occupies in consumers' mind relative to competing product. It involves implanting the brand's unique benefits and differences in the customer's mind. ഓക്കെ, അപ്പോൾ പൊസിഷനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിന്റെ മനസ്സിലൊരു സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുമല്ലോ.
കോമ്പറ്റീറ്റിംഗ് പ്രൊഡക്റ്റിനെക്കാട്ടിലും. അപ്പോൾ ഏതാണ്, ഇപ്പോൾ കുറേ സോപ്പുകളുണ്ട്. ആ ഒരു സോപ്പുകളിൽ ലെക്സ് എന്ന് പറഞ്ഞ സോപ്പ് എപ്പോഴും നമ്മളെ ഉള്ളിൽ ഫിക്സ്ഡാണ്. അപ്പോൾ അതേപോലെ ബ്രാൻഡിൻ്റെ യുണീക്കും അതേപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പൊസിഷനിങ് ഉണ്ടാകുക എന്നുള്ളതാണ്. റീപൊസിഷനിങ് എന്ന് പറയുമ്പോഴോ, ദിസ് ഇൻവോൾവ്സ് ചേഞ്ചിങ് ദ കറണ്ട് പൊസിഷനിങ് സ്ട്രാറ്റജി ഓഫർ ഡ്യൂ ടു എ ഫെയിലർ ഇൻ ദ ഒറിജിനൽ സ്ട്രാറ്റജി, ന്യൂ ടെക്നോളജിക്കൽ ഓപ്പർച്യൂണിറ്റീസ് or changing customer value. Repositioning requires redefining the product's competitive advantage in a new context. റീപൊസിഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ ആൾറെഡി ഉള്ള പ്രൊഡക്റ്റ്, ഇപ്പോൾ ഞാൻ പറഞ്ഞു ലെക്സ് ആണ്, ആ ലെക്സ് പിന്നെന്തായി നമ്മളിങ്ങനെ ലോയൽ കസ്റ്റമർ ആവണോടത്തോളം അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പം നമുക്ക് എന്തായി, വേറൊരു സോപ്പിനെ പറ്റി ചിന്തിച്ച് തുടങ്ങാമെന്നായി. അപ്പം എന്തായി, ഡവ് നല്ല സോപ്പാണ്, അപ്പം അത് യൂസ് ചെയ്ത് നോക്കാം. അപ്പം എന്താണ്, അപ്പം ലെക്സിന് വീണ്ടും എന്തായി, വീണ്ടും പൊസിഷനിങ് വരണം എന്നുണ്ടെങ്കിൽ അതിൽ അവരെന്തെങ്കിലും ചേഞ്ചസ്, എന്തുകൊണ്ടാണ് കസ്റ്റമറിന് ഇങ്ങനെ ഒരു മാറ്റം വന്നത് എന്നുണ്ടാവുമല്ലോ. അപ്പം അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അവർ വീണ്ടും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് റീപൊസിഷനിങ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു വെക്കുന്നത്.